കടുവ വരെ പ്രതിസന്ധിയിലാണ്. കടുവ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ പന്നീനെ ഭക്ഷണമാക്കുള്ളൂ. കാരണം പന്നീനെ ആക്രമിക്കാൻ പലപ്പോഴും കടുവയ്ക്ക് മുറിവ് പറ്റും. തേറ്റ കൊണ്ടിട്ട് മുറിവ് പറ്റും. ഒരു ഭക്ഷണം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ ആരും ഇത് പിടിക്കുള്ളൂ. ഇപ്പൊ വേണ്ടത്ര മാനുണ്ട് അവിടെ കാട്ടിൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും എത്രയോ മടങ്ങ് മാൻ വർദ്ധിച്ചിട്ടുണ്ട് അവിടെ കാട്ടിൽ. അപ്പൊ പന്നീന്റെ മുകളിലുള്ള കടുവേന്റെയും പുലിന്റെയും വേട്ട കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് മലയോര മേഖല. പന്നീനെയും മാനിനെയും കടുവേനെയൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു, കുറുക്കൻ ജീവിച്ചിരുന്നത് അതിൻ്റെ കൗശലം കൊണ്ടാണ്. കുറുക്കൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ അടുത്ത കാലത്ത് ഡിസ്കവറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു രസകരമായ കാര്യം. ഇവർ ക്യാമറയായിട്ട് പിന്നാലെ പോകാണല്ലോ ചെയ്യുക. ഒരു കൂട്ടം പന്നിക്കുഞ്ഞുങ്ങളായിട്ട് ഒരു പന്നിത്തള്ള പോവാണ്. ഇപ്പൊ ദൂരെ ഒരു കുറുക്കൻ കിടന്ന് തലകുത്തി മറിയും. അപ്പൊ പന്നീന്റെ ശ്രദ്ധ മൊത്തം അതിലേക്ക് പോകും. പന്നിത്തള്ള കുറുക്കന്റെ പിന്നാലെ ഓടും. ആരെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ കാട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു 5-6 കുറുക്കന്മാർ വന്ന് ഓരോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവസാനത്തെ കുഞ്ഞിനെ അവർ ആര് കൊണ്ടുപോകും? കുറുക്കൻ കൊണ്ടുപോകും. ഈ കുറുക്കനെ മൊത്തം നമ്മൾ ഇല്ലാതാക്കി. കുറുക്കൻ ഞണ്ട് തിന്നാറുണ്ട് ഒരുപാട്. അപ്പൊ നമ്മൾ ഈ ഞണ്ടിനെ കൊല്ലാൻ വേണ്ടി ഫുഡാൻ ഇട്ട് കൊടുത്തു, വാഴ വെക്കാനൊക്കെ. വാഴയും ഇഞ്ചിയൊക്കെ വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ആ സൈക്കിൾ നമ്മൾ തകർത്തു. കുറുക്കൻ പോയതോടെ ഈ പന്നികൾ പെറ്റുപെരുകിയിട്ടുണ്ട്. 1 സ്ക്വയർ കിലോമീറ്ററിൽ ഇത്ര പന്നിയെ നിലനിൽക്കാൻ പാടുള്ളുണ്ട്. അതിനെക്കാട്ടും കൂടുതലാകുമ്പോൾ ഇവർക്ക് പുതിയ തലങ്ങൾ തേടി വരും. ഇന്ന് കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ വരെ കാട്ടുപന്നി എത്തിയിട്ടുണ്ട്.